Hello everyone. Good evening. This is Anisa Shadi. Today, July 5th, the Remembrance Day of Vaikom Muhammad Bashir. Vaikom Muhammad Bashir was one of the prominent figures of Malayalam literature. He was born on 21st January 1908 and was also called Beipu Sultan. We are really familiar with the great works of Bashir like Pathumayude Aadu, Madilugal, Balyakalasakhi, Shabdangal, and many more. Translation of his works into other languages have earned him worldwide acclaim. The Government of India awarded him the fourth highest civilian honor of the Padma Shri in 1982. He was one of those outspoken figures who revolutionized Malayalam literature itself with his downless sarcasm, satire, and black humor. He is also regarded as translator's nightmare. This is mainly because of the colloquial touch he added to his writings, which can be really difficult for a translator to translate, which would lose its humor and meaning when translated to other languages. He was a humanist, novelist, freedom fighter, and short story writer. He passed away on July 5th, 1994, but still he is remembered through his great epic works, which makes Vaikom Muhammad Bashir a great prominent figure. So today, we are proud to present one of his work, Bhumiyude Avakashigal, as an audio play, organized by English department of our college. Hope you enjoy the play. ഈ ഭൂഗോളത്തിൽ ഇക്കണ്ട സ്ഥലവും വാങ്ങി അതിൽ തെങ്ങും മാവും പ്ലാവും മറ്റു ചെടികളും ഒക്കെ നട്ടുപിടിപ്പിച്ചു. ചുറ്റും മുള്ളുവേലികളും ഒരു ഇരുമ്പ് ഗേറ്റും കാവലി നിൽക്കാൻ ഷാനും ഉശിരനായ ഒരു നായ. എന്നിട്ടും എന്തേ കാര്യം? ഇക്കണ്ട പക്ഷികൾക്കൊക്കെ എൻ്റെ പറമ്പിൽ എന്തു കാര്യം? എന്തവകാശം? എന്തെങ്കിലും ആവട്ടെ. നായ കുരയ്ക്കുകയും പക്ഷികൾ ചലിക്കണതൊക്കെ കേട്ടല്ലോ. വല്ല പാമ്പോ മറ്റോ ആയിരുന്നോ? ഓ അതോ, അത് സഖാവ് മൂർഖനാ. എന്നിട്ട് കൊന്നില്ലേ? ഇല്ല, ഷാൻ ഓനെ അങ്ങോട്ട് ഓടിച്ച്. ഭഗവതിയെ പോലെ മറ്റൊരു സൃഷ്ടി ഈ ഭൂഗോളത്തിൽ മറ്റൊരു അവകാശി ജീവിക്കട്ടേന്ന്. അത് കൊള്ളാം. നമ്മുടെ കുട്ടികൾ ഓടി നടക്കുന്ന സ്ഥലമാണ്. പറമ്പിൽ വന്നാൽ കൊല്ലണം. കൊല്ലണം എന്നൊക്കെ വേഗം പറയും. കൊല്ലാനും കഴിയും. പക്ഷെ ജീവൻ കൊടുത്തൊരു സൃഷ്ടിനെ സൃഷ്ടിക്കാൻ കഴിയുമോ? നല്ല പുതുമ. വീടിനകത്ത് മുഴുവനും എട്ടുകാലികളും പല്ലുകളും ഓന്തും അരണയും കരിന്തളും അടുക്കളയിൽ വരെ വരാൻ തുടങ്ങി. വേലി മുഴുവനും ചിതലും തിന്നു. വീടിനകത്തും ചിതലുണ്ട്. പുസ്തകങ്ങളും വസ്ത്രങ്ങളും ചിതലും തിന്നു. എലികളുടെ ശല്യാണെങ്കിൽ പറയാനും വയ്യ. ആ റേഡിയോഗ്രാമിൻ്റെ വയർ എലി കരണ്ടത് കണ്ടില്ലേ? വീടിനകം മുഴുവനും ചീവീടും ഇറുമ്പും അതും ഇതും ഒക്കെ. അപ്പോഴാണ് ഒരു ജന്തുപൂജ. ഞാനൊരു ജന്തുവിനെയും പൂജിക്കണില്ല. നിങ്ങളിങ്ങനെ തത്വവും പറഞ്ഞിരുന്നോളി. വരിക്കപ്ലാവിൽ ചക്ക പഴുത്ത് അണ്ണാനും കാക്കയും തിന്നാൻ തുടങ്ങി. പേരക്ക, സപ്പോട്ട, റൂമാൻ ആ പക്ഷികളും വവ്വാലും ഒക്കെ തിന്നു പോവുകയാണ്. ഈ ഭൂമിയിലുള്ളതൊക്കെ ദൈവം എല്ലാവർക്കുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാ. എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും അതിന് അവകാശമുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞാൽ മുഷിയോ? ഇല്ല, നീ കാച്ചിക്കോ. എന്നാലേ നിങ്ങളെപ്പോലുള്ളവർ കല്യാണം കഴിക്കാതെ വല്ല ഗുഹയിലും പോയി തപസ് ചെയ്യുന്നതാവും നല്ലത്. തിന്നാനും കുടിക്കാനും പുറം മാന്തി തരാനും നീ ഉണ്ടെങ്കിൽ ഏത് ഗുഹയിലും ഞാൻ താമസിക്കും. എന്നാൽ നമുക്ക് നമ്മുടെ വീടായി ഈ ഗുഹ മതി. പക്ഷെ പാമ്പും പഴുതാരിയും അരണമൊന്നും ഈ ഗുഹയിൽ കിടക്കുന്നതിന് എനിക്കിഷ്ടമല്ല. അതിനൊക്കെ അടിച്ചു കൊല്ലണം. എൻ്റെ അഭിപ്രായത്തിനോട് ഞാൻ യോജിച്ചാൽ 500 കൊല്ലത്തിനുള്ളിൽ ഈ ഭൂമിയിലുള്ള സർവ്വ ജന്തുക്കളെയും മനുഷ്യൻ കൊല്ലും. മനുഷ്യൻ മാത്രം ഭൂമിയിൽ അവശേഷിക്കും. എന്നിട്ട് ഒന്നടങ്കം ചാവും. ഓ, അതൊക്കെ അപ്പളല്ലേ. ഒന്ന് എണീറ്റ് വന്ന് ആ പഴുത്ത ചക്കൊന്ന് ഇട്ടേരി. ഞാനും എൻ്റെ കുട്ടികളും പശുക്കളും തിന്നട്ടെ. വെറുതെ ഇരുന്ന് കൊതുകിൻ്റെയും തേളിൻ്റെയും പാമ്പിൻ്റെയും കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടാതെ നമ്മുടെ വീടൊന്ന് ശരിയാക്കി നോക്കി. പക്ഷികളുടെയും കൊതുകിൻ്റെയും പാമ്പിൻ്റെയും ഒക്കെ കാര്യം പടച്ചോ നോക്കിക്കോളും. നിങ്ങൾക്കൊരു കാര്യം അറിയോ? വീടിൻ്റെ പുറത്ത് ചുമരിനോട് ചേർന്ന് ചോണനുറുമ്പ് കുഴി കുഴിച്ചോ പാർത്തു തുടങ്ങിയപ്പോൾ ഞാൻ ആ തീ വെച്ച് നശിപ്പിക്കാൻ തുടങ്ങിയതല്ലേ. അപ്പോൾ എന്നെ വിലക്കി. ആ ഉറുമ്പുകളെല്ലാം ഇപ്പോൾ വീടിനകത്താണ് താമസം. വീടിൻ്റെ മോന്തായ മുഴുവനും ചിതലും തിന്നു തീർക്കും.
ഉറുമ്പിനെയും ചിതലിയും കൊല്ലണം. എനിക്ക് വയ്യ. ഹോ, നമ്മളെ ഉപദ്രവിക്കുന്നവരെ നമ്മൾ ഉപദ്രവിക്കും. അത് വേണ്ട. സ്നേഹത്തോടെ പെരുമാറുക. എല്ലാ ചരാചരങ്ങളെയും സ്നേഹത്തോടെ ആലിംഗനം ചെയ്യാൻ തോന്നുന്നു. ഞാനും മക്കളും പ്രപഞ്ച വിചാരിച്ചോളി. അത്ര കണ്ടൊന്നും ചെറുതാക്കാൻ വയ്യ. എന്നാലേ അങ്ങോട്ട് വലുതാക്കിക്കോളി. ഔ എടി എണീറ്റേ, കയ്യിലെന്തോ കടിച്ചു. എന്തോ കുത്തിക്കണ്. സൂചി ഏറ്റിയ പോലെ 2 ചുവന്ന പാടുണ്ട്. എണീറ്റേ. വിഷം തട്ടിയിട്ടുണ്ട്. പഴുതാരയാണെന്ന് തോന്നുന്നു. നല്ല നീറ്റിലുണ്ടാകും. ഒരു മരുന്ന് തരാം. പണ്ടൊരു വൈദ്യം പറഞ്ഞതാ. ആടലോടകത്തിൻ്റെ ഇലയും കല്ലുപ്പും ചവച്ചിറക്കിയാൽ മതി. പഴുതാരേൻ്റെയും തേളിൻ്റെയും ഒക്കെ വിഷത്തിന് ഇത് കഴിച്ചാൽ മതി അത്രേ. വരൂ, നമുക്ക് പോയി നോക്കാം. ആ ടോർച്ച് എടുത്തോളി. വേദന മാറിയോ? മരുന്ന് ഫലിച്ചു. എന്നാ അങ്ങോട്ട് വരി. 10-30 തേങ്ങ പറമ്പിൽ വീണ് കിടക്കുന്നുണ്ട്. എലി കുത്തിയതായിരിക്കും. എലിവിഷം വാങ്ങി കൊണ്ടുവരണം. ചോറിലോ പഴത്തിലോ എലിവിഷം വെച്ച് എല്ലാത്തിനെയും കൊല്ലണം. അത് വേണോ? ഭൂമിയിലെ വസ്തുക്കളിൽ എലികൾക്കുമുണ്ട് അവകാശം. തേങ്ങാക്കൊല. പഴുതാര കുത്തിയ ദിവ്യമായ വേദന മറന്നോ? ഇല്ല, ഓർമ്മയുണ്ട്.